السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാന്യരായ പണ്ഡിതന്മാർ, കിതാബുൽ ജനായിസ് മയ്യത്ത് പരിപാലനം പാർട്ട് 16. മയ്യത്തിനെ കുടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞു. കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ ശേഷം മയ്യത്തിനെ നന്നായി തോർത്തണം എന്നും പറഞ്ഞു. അങ്ങനെ നന്നായി തോർത്തിയ ശേഷം പിന്നീട് ചെയ്യേണ്ടത് കഫൻ ചെയ്യലാണ്. യുകഫനുൽ മയ്യിത്തു ബഅദ ഗസ്ലിഹി ബിമാ ലഹു ലുബ്സുഹു ഹയ്യ. കുളിപ്പിച്ച ശേഷം മയ്യത്തിനെ കഫൻ ചെയ്യപ്പെടണം. ബിമാ ഒരു വസ്ത്രം കൊണ്ട്, ലഹു അവനക്ക് അനുവദനീയമാണ്, ലുബ്സുഹു ആ വസ്ത്രം ധരിക്കൽ, ഹയ്യൻ ജീവിതകാലത്ത്. ജീവിച്ചിരിക്കുമ്പോൾ അവനക്ക് ധരിക്കൽ അനുവദനീയമായ വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യുകയാണ് വേണ്ടത്. ഖാല അസ്ഹാബുന റഹിമഹുമുല്ലാഹ്, നമ്മുടെ അസ്ഹാബ് പറഞ്ഞത്, വയജൂസു തക്ഫീനു കുല്ലി ഇൻസാനിൻ, ഏതു മനുഷ്യരെയും കഫൻ ചെയ്യൽ അനുവദനീയമാണ്. ഫീമാ യജൂസു ലുബ്സുഹു ഫിൽ ഹയാത്തി, ജീവിത സമയത്ത് ധരിക്കൽ അനുവദനീയമായ വസ്ത്രത്തിൽ. ഫയജൂസു മിനൽ ഖുത്നി വസ്സൂഫി വൽ കത്താനി വശഅരി വൽ വബരി വഗൈരിഹ. അപ്പോൾ പരുത്തി നൂലിനാലുള്ളത്, ചണനൂലിനാലുള്ളത്, ആട് രോമത്തിനാലുള്ളത്, മറ്റു അനുവദനീയമായ രോമങ്ങൾ കൊണ്ടുള്ളതൊക്കെ അനുവദനീയമാണ് കഫൻ തുണിയായി ഉപയോഗിക്കാൻ. അമ്മൽ ഹരീറു, അപ്പോൾ പട്ട്, ഫയഹ്റുമു തക്ഫീനു റജുലി ഫീഹി, പട്ടിൽ പുരുഷനെ കഫൻ ചെയ്യൽ ഹറാമാണ്. കാരണം ജീവിതകാലത്ത് അവനക്കത് ധരിക്കൽ ഹറാമായതുകൊണ്ട്. അമ്മൽ മർഅത്തു, അപ്പോൾ സ്ത്രീ, ഫൽ മശ്ഹൂറു അൽ ഖത്ഉ ബിജവാസി തക്ഫീനിഹാ ഫീഹി, അവളെ ആ പട്ടിൽ കഫൻ ചെയ്യൽ അനുവദനീയമാകൽ കൊണ്ട് ഉറപ്പിച്ചു പറയാം എന്നുള്ളതാണ് മശ്ഹൂർ. കാരണം ലിഅന്നഹു യജൂസു ലഹാ ലുബ്സുഹു ഫിൽ ഹയാത്തി, അവൾക്ക് പട്ടിന് ജീവിതകാലത്ത് ധരിക്കൽ അനുവദനീയമാണല്ലോ. ലാക്കിൻ പക്ഷേ യുക്റഹു തക്ഫീനുഹാ ഫീഹി, സ്ത്രീയെ പട്ടിൽ കഫൻ ചെയ്യൽ കറാഹത്താണ്. ലി അന്ന ഫീഹി സർഫൻ, കാരണം ഈ പട്ടിൽ അമിതത്വമുണ്ട്. വയശുബഹു ഇളാഅത്തൽ മാലി, അത് മുതലിനെ പാഴാക്കലിനോട് സാദൃശ്യമായതുമാണ്. ബിഖിലാഫിൽ ലുബ്സി ഫിൽ ഹയാത്തി, ജീവിതകാലത്ത് അവൾ ധരിക്കുന്നതിൽ കറാഹത്തില്ല. കാരണം ഫഇന്നഹു തജമ്മുലുൻ ലിസ്സൗജി, അത് ഭർത്താവിന് വേണ്ടി ഭംഗിയാവലാണ്. അതുകൊണ്ട് വിരോധമില്ല, കറാഹത്തും വരൂല. മരണശേഷം പിന്നെ അങ്ങനെ ഒരു ലക്ഷ്യം ഇല്ലല്ലോ. വഹക്കാ സാഹിബുൽ ബയാനി ഫി സിയാദാത്തിൽ മുഹദ്ദബി വജ്ഹൻ അന്നഹു ലാ യജൂസു, അനുവദനീയമല്ല എന്ന ഒരു വീക്ഷണത്തെയും സാഹിബുൽ ബയാൻ, ബയാനിന്റെ മുസന്നിഫ് ഉദ്ധരിച്ചിട്ടുണ്ട്. അമ്മൽ മുഅസ്ഫറു, അപ്പോൾ മുഅസ്ഫർ, ഉസ്ഫുർ എന്ന ഒരു ചെടി, അതുകൊണ്ട് കളർ കൊടുക്കപ്പെട്ടതാണ് മുഅസ്ഫർ. അത് പുരുഷന്
നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം റംലി തങ്ങളെ പോലെയുള്ളവർ കറാഹത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുസാഫർ, കുങ്കുമം കൊണ്ട് കളർ കൊടുക്കപ്പെട്ടത്, ഇത് പുരുഷന് ഹറാമാണ് മുസാഫർ, അതുപോലെ മുഅസ്ഫറും. ഫലാ യഹ്റുമു തക്ഫീനുഹാ ഫീഹി ബിലാ ഖിലാഫിൻ, സ്ത്രീയെ ഇവയിൽ കഫൻ ചെയ്യൽ ഹറാമില്ല, ബിലാ ഖിലാഫിൻ, അവിടെ ഖിലാഫില്ല. വലാകിൻ യുക്റഹു, പക്ഷേ അൽ മദ്ഹബി, പ്രബല വീക്ഷണത്തിൽ അത് കറാഹത്താണ്. വബിഹി ഖതഅൽ അക്സറൂന, ഈ കറാഹത്താണെന്നതുകൊണ്ട് ഭൂരിഭാഗം പണ്ഡിതന്മാരും ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉദ്ദയുടെയും ബയാനിൻ്റെയും മുസന്നിഫുമാർ അവർ രണ്ട് വീക്ഷണം ഇതിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. സാനിഹിമാ ലാ യുക്റഹു, കറാഹത്തില്ല എന്നാണ് ഇവിടെ രണ്ടാം ഖൗല്. ഖാല വഹുവ മദ്ഹബു അബൂ ഹനീഫത്ത, അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിലും ഹനഫി മദ്ഹബിലും കറാഹത്തില്ല മുഅസ്ഫറും മുസാഫറും. ഇനി ഖാല അസ്ഹാബുന, നമ്മുടെ ഷാഫി പണ്ഡിതന്മാർ പറയുന്നു. വയുഅ്തബറു ഫിൽ കഫനിൽ മുബാഹി, അനുവദനീയമായ കഫനിൽ, കഫൻ തുണിയിൽ പരിഗണിക്കപ്പെടും ഹാലുൽ മയ്യിത്ത്, മയ്യത്തിന്റെ അവസ്ഥയെ പരിഗണിക്കപ്പെടും. ഫൈൻകാന മുക്സിറൻ മിനൽ മാലി, അവൻ മുതലിനാൽ അധികരിച്ച ആളാണെങ്കിലോ, നല്ല ധനമുണ്ടോ അവനക്ക്. എന്നാൽ ഫമിൻ ജിയാദി സിയാബി, കുറച്ചും കൂടി നല്ല വസ്ത്രങ്ങൾ. വൈങ്കാന മുത്തവസിത്തൻ, ഒരു മധ്യനില സാമ്പത്തിക രീതിയുള്ള ഒരാളാണെങ്കിൽ, ഉർഫിലാണ് ഇതൊക്കെ പരിഗണിക്കുക. ഔസത്തുഹ, അപ്പോൾ ഈ വസ്ത്രങ്ങളിൽ നിന്ന് ഒരു മധ്യ നിലയിൽ മുന്തിയത്. വൈങ്കാന മുഖില്ലൻ, അവൻ സാമ്പത്തികമായി വളരെ കുറഞ്ഞവനാണെങ്കിലോ ഹസനുഹ, അപ്പോൾ അതിൽ കുറച്ച് പരുപരുത്ത വസ്ത്രമായിരിക്കുക എന്നിങ്ങനെയൊക്കെ പരിഗണിക്കപ്പെടും. ഇങ്ങനെ ഷെയ്ഖ് അബു ഹാമിദ് ബന്ദിനീജി പോലെയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മജ്മൂഅ്, പിന്നെ ശർഹ് മുഹദ്ദബിൽ ഇക്കാര്യം കാണാം. അതുപോലെ അൽ ബയാൻ 343, അസ്നൽ മത്താലിബ് 306. വയുസ്തഹബ്ബു അൻ യുസ്തഹ്സനൽ കഫനു അലാ ഖദ്രി യസാരിൽ മയ്യിത്തി, മയ്യത്തിന്റെ സാമ്പത്തിക നിലയുടെ തോതനുസരിച്ചുകൊണ്ട് കഫൻ തുണിയെ ഭംഗിയാക്കൽ കുറച്ച് നല്ല ഐറ്റം സുന്നത്താണ്. ഫത്ഹുൽ അല്ലാം 391. വയുസന്നു അൽ അബിയദു, കഫൻ തുണി വെള്ളയാവൽ സുന്നത്താണ്. വഗൈറുൽ അബിയദി മക്റൂഹുന്നാണ്, വെള്ളയല്ലാത്തത് കറാഹത്താണ്. തുഹ്ഫ ഷർവാനി സഹിതം 3121. വയുസ്തഹബ്ബു തഹ്സീനുൽ അക്ഫാനി, കഫൻ തുണിയെ നന്നാക്കൽ സുന്നത്താണ്. വൽ മുറാദു ബി തഹ്സീനിഹി, ഈ കഫൻ തുണിയെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ബയാദുഹു വ നളാഫത്തുഹു വ സൗഗുഹു വ കസാഫത്തുഹു, അത് വെളുത്തതാവുക, വൃത്തിയുള്ളതാവുക, മയ്യത്തിൻ്റെ ശരീരം പൂർണ്ണമായി മറക്കാൻ കഴിയും വിധം കുറച്ച് പൂർണ്ണമായതാവുക, അതുപോലെ തന്നെ നൂലടുപ്പമുള്ളതാവുക. ലാ കൗനുഹു സമീന, നല്ല വിലപിടിച്ചത് എന്ന അർത്ഥത്തിലല്ല. കാരണം ലി ഹദീസിൻ നഹി അനിൽ മുഗാലാത്തി,
മുഗാലാത്ത്, വില കൊണ്ട് ഉയർന്ന വില ഉള്ള നിലക്ക് അമിത വില കൊടുത്തുള്ള കഫൻ തുണി കറാഹത്താണ് എന്നാണ്. തുക്രഹുൽ മുഗാലാത്തു ഫീഹി, കഫൻ തുണിയിൽ മുഗാലാത്ത് കറാഹത്താണ്. ബിർത്തിഫായി സമനിഹി, അവൻ്റെ ആ കഫൻ തുണിയുടെ വില ഉയർന്നതാവൽ കൊണ്ട്. ലിമാ ലിമാ റവാ അലിയുൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിന് റിവായത്ത് ചെയ്തൊരു ഹദീസ് ഉണ്ട്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, റസൂലുള്ള പറഞ്ഞു, ലാ തുഗാലു ഫിൽ കഫൻ, കഫൻ തുണിയിൽ നിങ്ങൾ അമിത വില ഉള്ളതാക്കരുത്. കാരണം ഫഇന്നഹു യുസ്ലബു സലബൻ സരീഅ, അത് യബില കമാ തബിലൽ അജ്സാദു, ശരീരങ്ങൾ നശിക്കുന്നത് പോലെ കഫൻ തുണിയും നശിക്കുമല്ലോ, നുരുമ്പുമല്ലോ. അതുകൊണ്ട് ആ കഫൻ തുണി വിലപ്പിടിച്ചതൊന്നും ആക്കണ്ട, മേൽ പറയപ്പെട്ട വിധം നല്ലതാക്കുക. വയസ്തവി ഫിൽ കഫനി അസ്സഗീറു വൽ കബീറു, ഈ കഫൻ തുണിയിൽ ചെറിയോരും വലിയവരും ഒക്കെ തുല്യാണ്. റൗളു താലിബ് 1/251, അതുപോലെ ഷർഹുൽ മുഹദ്ദബ് ഫത്ഹുൽ അല്ലാം 3/191. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്, ഇദാ കഫന അഹദുക്കും അഖാഹു, നിങ്ങളിൽ നിന്ന് ഒരാൾ തൻ്റെ സഹോദരനെ കഫൻ ചെയ്യുകയാണെങ്കിൽ ഫൽയുഹ്സിൻ കഫനഹു, അവൻ്റെ കഫൻ തുണിയെ അവൻ നന്നാക്കിക്കൊള്ളട്ടെ. ഐ യത്തഖിദുഹു അബിയള നളീഫൻ സാബിഗൻ, വെളുത്തതും വൃത്തിയുള്ളതും പൂർണ്ണമായതും ആവുക. ഇതാണ് കഫൻ തുണി നന്നാക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മാത്രവുമല്ല വേറെയും ഹദീസുണ്ട്, ഹസ്സിനു അക്ഫാന മൗതാക്കും, നിങ്ങളിൽ മരിച്ചവരുടെ കഫൻ തുണികളെ നിങ്ങൾ നന്നാക്കണം, നല്ലതാക്കണം. നല്ലത് എന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ പറഞ്ഞല്ലോ. എന്തുകൊണ്ട്? ഫഇന്നഹും യതസാവറൂന ഫീ ഖുബൂരിഹിം, അവർ അവരുടെ ഖബറുകളിൽ പരസ്പരം സന്ദർശനം നടത്തുന്നവരാണ്. ഫഇൻ ഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടാൽ, വാഹിറുൽ ഹദീസി ഇസ്തിംറാറുൽ അക്ഫാനി ഹാല തസാവുരിഹിം, ഖബറിൽ അവർ പരസ്പരം സന്ദർശനം നടത്തും. മരണപ്പെട്ടു പോയ ആളുകൾ, മുമ്പ് മരിച്ച ആളുകൾ ഇവനെ എങ്ങോട്ട് സന്ദർശിക്കും, ഇവൻ അവരെ അങ്ങോട്ട് സന്ദർശിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ സന്ദർശന സന്ദർഭത്തിൽ ഒക്കെ ഈ കഫൻ തുണികൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണല്ലോ ഹദീസിൻ്റെ ബാഹ്യം എന്ന് ചോദിക്കപ്പെട്ടാൽ, വഖദ് യുനാഫി ദാലിക മാ മർറ ഫിൽ ഹദീസി ഖബ്ലഹു, ഒരു ഹദീസിൽ നേരത്തെ പറഞ്ഞു, അന്നഹു യുസ്ലബു സലബൻ സരിഅ, അത് വേഗത്തിൽ നുരുമ്പും, ഈ ശരീരങ്ങൾ നുരുമ്പുന്നത് പോലെ തന്നെ. ഖുൽതു യുംകിനു അൻ യുജാബ ബി അന്നഹു യുസ്ലബു സലബൻ സരിഅ എന്നാണ് ബിഇഅ്തിബാരിൽ ഹാലത്തില്ലത്തി നുഷാഹിദുഹാ കതഗയ്യുറുൽ മയ്യിത്ത്, മയ്യത്തിന് തഗയ്യുറു പകർച്ച വന്ന് അത് നശിക്കുന്നത് പോലെ നമ്മൾ കാണുന്നു. അതേപോലെ നമ്മുടെ കാഴ്ചയുടെ ആ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഈ കഫൻ തുണിയും നുരുമ്പി എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. വന്നഹും ഇദാ തസാവറു, അവർ പരസ്പരം സന്ദർശനം നടത്തുന്ന ഒരു ഘട്ടത്തിൽ യകൂനു അലാ സൂറത്തിഹില്ലത്തി ദുഫിനു ബിഹാ, അവരെ മറവ് ചെയ്യപ്പെട്ട ആ രൂപം എങ്ങനെയാണോ ആ രൂപത്തിലേക്കാരും ഒരു സന്ദർശനം നടത്തുക. അപ്പോൾ ആ നല്ല വസ്ത്രമൊക്കെ ധരിച്ചേക്കാരും അവർ സന്ദർശനം നടത്തുന്നത്. അപ്പോൾ മൂറുൽ ആഖിറത്തിലാ യുഖാസു അലൈഹ, ആഖിറത്തിൻ്റെ കാര്യങ്ങളൊന്നും ഖിയാസാക്കപ്പെടാൻ പറ്റൂല. ഇനി ശരീരങ്ങളെ മടക്കപ്പെടുമ്പോൾ കഫൻ തുണിയും മടങ്ങി വരും.
ഫഇദാ ഉഈദത്തിൽ അജ്സാദു, ഖബറുകളിൽ ഈ ശരീരങ്ങളെ മടക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ ആദത്തിൽ അക്ഫാനും, കഫൻ തുണികളും മടങ്ങി വരും ശരീരങ്ങളോട് കൂടെ. വഇൻദൽ ഖിയാമി മിനൽ ഖുബൂരി വദ്ദഹാബി ഇലൽ മഹ്ശരി, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും അങ്ങനെ മഹ്ശറയിലേക്ക് പോകുന്ന സമയത്തും യഹ്സുലു തബാഹി ബിൽ അക്ഫാനി, കഫൻ തുണികളെ കൊണ്ട് പവറു പറയൽ കരസ്ഥമാകും. ഫൈദാ വസലു ഇലൽ മഹ്ശരി, മഹ്ശറിലേക്കാണ് ചേർന്നാൽ തസാഖത്തത്തിൽ അക്ഫാനു, കഫൻ തുണികളൊക്കെ ശരീരത്തിൽ നിന്ന് വീണുപോകും. വഹുശിറു ഹുഫാത്തൻ ഉറാത്തൻ ഗുർല, അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുക കാലിൽ ചെരുപ്പ് ധരിക്കാത്തവരായും നഗ്നരായും ഗൈറ മഖ്തൂനീന, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരുമായിട്ടാണ്. സുമ്മ ഇൻദൽ സൗഖി ഇലൽ ജന്നത്തി, ഇനി സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ യുക്സൗന ബി ഹുലലിൻ മിനൽ ജന്ന, സ്വർഗത്തിലെ വസ്ത്രങ്ങളെ കൊണ്ട് അവർക്ക് വസ്ത്രം ധരിപ്പിക്കപ്പെടും എന്നുമാണ്. അത്തരത്തിലുള്ള സ്വർഗത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ജമൽ 2:158. അതുപോലെ അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതായിട്ട് ലമ്മാ ഹളറത്തുൽ വഫാത്തു, ബഹുമാനപ്പെട്ടവർക്ക് വഫാത്തിന്റെ സമയമായപ്പോൾ ദഅ ബി സിയാബിൻ ജുദുദിൻ ഫലബിസഹ, പുതിയ വസ്ത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അത് ധരിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ ഞാൻ കേട്ടിട്ടുണ്ട്, പറയുന്നതായിട്ട് ഇന്നൽ മയ്യിത യുബ്അസു ഫീ സിയാബിഹി അല്ലതി ദുഫിന ഫിഹാ, ഒരു മയ്യത്തിന് അവനെ യാത്രയാക്കപ്പെടുന്നത് ഏതു വസ്ത്രത്തിലാണോ അവനെ മറവ് ചെയ്യപ്പെട്ടത് ആ വസ്ത്രത്തിലായും കൊണ്ടാണ്. ഖാല അബൂ ഉമർ ബിൻ അബ്ദുൽ ബർരി വഖദ് ഇഹ്തജ്ജ ബിഹാദൽ ഹദീസ് മൻ ഖാല, ഈ ഹദീസ് കൊണ്ട് ലക്ഷ്യം പിടിച്ചു ഇന്നൽ മൗത യുബ്അസൂന ജുംലത്തൻ അലാ ഹൈആതിഹിം, മരണമടഞ്ഞ ആളുകളെ അവരുടെ ഉള്ള രൂപം എങ്ങനെയായിരുന്നോ ആ രൂപത്തിൽ തന്നെ അവരെ ആ കൂട്ടമായി യാത്രയാക്കപ്പെടും എന്ന് പറയുന്നവർ ഈ ഹദീസ് കൊണ്ടാണ് തെളിവ് പിടിച്ചിട്ടുള്ളത്. അബീ സഈദ് ഖുദ്രി തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് കൊണ്ട്. വഹമലഹുൽ അക്സറു മിനൽ ഉലമായി, ഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ ഹദീസിനെ ചുമത്തിയിട്ടുള്ളത് അല ഷഹീദി അല്ലദി ഉമിറ, അവന് ഒരു ഷഹീദിന്റെ മേലാണ്. ആ ഷഹീദിന്റെ കാര്യത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവനെ മറവ് ചെയ്യപ്പെടണം ഫി സിയാബിഹി, അവന്റെ ആ വസ്ത്രത്തിൽ. വലാ യുഗ്സലു അന്നു ദമുഹു വലാ യുഗയ്യറു അലൈഹി ശൈഉ മിൻ ഹാലിഹി, അവന്റെ ആ ശരീരത്തിൽ നിന്ന് ഒന്നിനെയും പകർച്ചയാക്കപ്പെടാൻ പാടില്ല. അവൻ്റെ അവസ്ഥയിൽ നിന്ന് അവനെ കുളിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് ഷഹീദിൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഹദീസ് ഷഹീദിൻ്റെ വിഷയത്തിലേക്കുള്ളതാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ചില പണ്ഡിതന്മാർ. വയഹ്തമിലു അയ്യക്കൂന അബൂ സഈദിൻ, ബഹുമാനപ്പെട്ട അബൂ സഈദ് എന്നവർ ഈ ഹദീസിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഒരു ഹദീസ് സമീഅൽ ഹദീസ്, ഈ ഹദീസ് കേട്ടു ഫി ഷഹീദ്, ഷഹീദിന്റെ വിഷയത്തിലാണ് ഈ ഹദീസ് ബഹുമാനപ്പെട്ടവർ കേട്ടത്. ഫതഅവ്വലഹു അലൽ ഉമൂമി, പക്ഷെ ഇത് മൂപ്പര് എല്ലാവർക്കും ബാധകമായിട്ട് മൂപ്പര് ന്യായീകരിച്ചു, തഅ്വീൽ ചെയ്തു. അങ്ങനെയാണ് മൂപ്പര് ഈ കാര്യം പറഞ്ഞത് എന്നതാവാനും സാധ്യതയുണ്ട് എന്ന് തദ്കിറത്ത്, ഇമാം ഖുർത്തുബി തങ്ങളുടെ തദ്കിറത്തിൻ്റെ 239 പേജിൽ
പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഇന്നൽ മയ്യിത്ത യുബഅസു ഫീ സിയാബിഹില്ലത്തി ദുഫിന ഫീഹ എന്ന് പറഞ്ഞ ആ ഹദീസിന്റെ ഇന്നൽ മയ്യിത്ത യുബഅസു ഫീ സിയാബിഹില്ലത്തി യമൂതു ഫീഹ എന്നുണ്ട് ചില ഹദീസ്. അപ്പൊ അവിടെ ഇങ്ങനെ അൽ മുറാദു ബി സിയാബി അൽ അമലു എന്നുണ്ട്. ചില ഹദീസിലുള്ളത് ഇന്നൽ അൽ മയ്യിത്തു യുബഅസു ഫീ സിയാബിഹില്ലത്തി യമൂതു ഫീഹ, അവൻ ഏതു വസ്ത്രത്തിലായിട്ടാണോ മരിച്ചത് ആ വസ്ത്രത്തിൽ അവനെ യാത്രയാക്കപ്പെടും എന്ന് പറഞ്ഞ ആ ഹദീസിനെ അവിടെ സിയാബ് കൊണ്ട് അൽ മുറാദു ബി സിയാബി അൽ അമലു, ഇവിടെ വസ്ത്രം കൊണ്ട് ഓന്റെ അമലാണ്. മിൻ അമലിൻ സാലിഹിൻ ഔ സയ്യിഇ, നല്ലതോ ചീത്തതോ ആയ അമല്. ഐ യുബഅസു അലാ മാ മാത അലൈഹി മിൻ അമലിൻ സാലിഹിൻ ഔ സയ്യിഇ, അവൻ മരിക്കുമ്പോൾ നല്ല അമലാണോ മോശമായ അമലാണോ അതിനനുസരിച്ച് കൊണ്ട് അവനെ യാത്രയാക്കപ്പെടും എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞവരുമുണ്ട്. ചില പണ്ഡിതന്മാർ ഈ ഹദീസ് ലാഹിർ കൊണ്ട് പിടിച്ചത് ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ ഒക്കെ ഈ ഹദീസുകൾക്ക് വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്. സിറാജുൽ മുനീർ 3410, ഹഫിനി സിറാജുൽ മുനീറിൻ്റെ പോലെയുള്ള മറ്റൊരു ഷറഹാണ് ജാമിഉ സഗീറിൻ്റെ, അതിൻ്റെ 3410 ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ശുഹദാക്കളുടെ മേൽ ഹംല് ചെയ്യപ്പെടണം, ഈ വസ്ത്രത്തിലായി യാത്രയാക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് ശുഹദാക്കളെ മഹ്ശറയിലേക്ക് യാത്രയാക്കപ്പെടുമ്പോൾ അവർ മരിക്കുന്ന സമയത്ത് ഷഹീദാവുന്ന സമയത്തുള്ള വസ്ത്രത്തിൻ്റെ മേൽ യാത്രയാക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹുഫാത്തൻ ഉറാത്തൻ ഉർല എന്ന് വേറെ ചില ഹദീസുകളിലുണ്ട്. ആ പറഞ്ഞതിൽ നിന്ന് ഇവർ ഒഴിവാണ്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളോടുള്ള ചോദ്യത്തിന് ഹൽ യുഹ്ശറു അഹദുൻ ഗൈറ ആരിൻ, നക്തരല്ലാത്ത വിധം ആരെയെങ്കിലും മഹ്ശറയിൽ യാത്രയാക്കപ്പെടുമോ? അതിനവർ പറഞ്ഞത് നഅം ബഅദുന്നാസ്, അതെ ചില ജനങ്ങളെ അങ്ങനെ യാത്രയാക്കപ്പെടും. ഐ വഹുമു ശുഹദാഉ, അവർ ഷഹീദുകളാണ്. ഐ യുഹ്ശറൂന ഫി അക്ഫാനിഹിം കമാ ഖാലഹുൽ ബൈഹഖിയ്യു, ഷഹീദുകളെ അങ്ങനെയാണ് അവരുടെ കഫൻ തുണിയിലായിട്ട് അവർ യാത്രയാക്കപ്പെടും. കാരണം അവർ ഏത് വസ്ത്രത്തിലാണോ മരണപ്പെട്ടതെങ്കിൽ ആ വസ്ത്രത്തിൽ കഫൻ ചെയ്യണം. വഹുമില അലാ ദാലിക്കൽ ഹദീസു സഹീഹു യുബഅസുൽ മയ്യിത്തു ഫീ സിയാബിഹി അല്ലത്തി യമൂതു ഫീഹാ, അവൻ മരണപ്പെടുമ്പോൾ ഉള്ള വസ്ത്രം, ധരിച്ച വസ്ത്രം ഏതാണോ ആ വസ്ത്രത്തിൽ മയ്യിത്തിനെ മഹ്ശറയിലേക്ക് യാത്രയാക്കപ്പെടും എന്ന് പറഞ്ഞ സഹിഹായ ഹദീസിനെയും ഈ ഷഹീദിൻ്റെ മേലാണ് ചുമത്തപ്പെടേണ്ടത്. ഇനി വഖറജ ദൈനൂരി അനിൽ ഹസനി അന്ന അഹ്ല സുഹുദി കശുഹദായി, സുഹുദിൻ്റെ ദുന്യാവിനെ ത്യജിച്ച സാഹിദീങ്ങൾ അവരും ശുഹദാക്കളെ പോലെയാണ്, അവരെയും അവർ ധരിച്ചിരുന്ന ആ വസ്ത്രത്തിലായിട്ട് യാത്രയാക്കപ്പെടും. അത് മുർസലായ മർഫൂആയ ഒരു മുർസലായ ഹദീസിൻ്റെ സ്ഥാനത്ത് വരും. വൈദാ സബത്ത ദാലിക ലിഹഉലായി ഫൽ അംബിയാഉ ഔലാ, അപ്പോൾ ശുഹദാക്കൾക്കും സാഹിദീങ്ങൾക്കും ഒക്കെ ഈ ഒരു പ്രത്യേകതയുണ്ടെങ്കിൽ പിന്നെ അമ്പിയാക്കളുടെ സ്ഥിതി പറയേണ്ട, അവരെയും വസ്ത്രത്തിലായിട്ടാണ് യാത്രയാക്കപ്പെടുക, വിവസ്ത്രരായി യാത്രയാക്കപ്പെടുകയില്ല അവരെ. ഫത്താബൽ ഹദീസിയ പേജ് 183 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി വെള്ളവസ്ത്രമാകണം എന്നുള്ളതിന് ധാരാളം ഹദീസുകളുണ്ട്. ഈ കഫൻ തുണി അത് പുതിയതാകലാണോ അഫ്ളൽ, അതല്ല കഴുകിയതും ധരിച്ചതും
പഴക്കമുള്ളതുമായതാണോ അഫ്ളല്? തക്ഫീനുഹു ഫീ സൗബിൻ ജദീദിൻ അഫ്ളലു മിനൽ മഗ്സൂലി. പുതിയ വസ്ത്രത്തിൽ കഫൻ ചെയ്യലാണ് കഴുകപ്പെട്ട വസ്ത്രത്തിനേക്കാണൊക്കെ അഫ്ളല്. ഇൻദ ഹജർ, ഇബ്നു ഹജർ തങ്ങളുടെ അടുക്കൽ. വഇൻദ മുഹമ്മദുർ റംലി, ഇമാം റംലി തങ്ങളുടെ അടുക്കൽ അൽ മഗ്സൂലു അഫ്ളലു, കഴുകപ്പെട്ടതാണ് അഫ്ളല്. ഫത്ഹുൽ അലി 760 പേജ്, മസ്അല നമ്പർ 316. വൽ മഗ്സൂലു അഫ്ളലു മിനൽ ജദീദി, കഴുകിയ വസ്ത്രമാണ് പുതിയതിനേക്കാൾ അഫ്ളല്. കമാ ഫി ശർഹയിൽ ഇർഷാദി വൻ നിഹായത്തി വഗൈരിഹ, നിഹായ അതുപോലെ തന്നെ ഷർഹുൽ ഇർഷാദ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വറദ്ദഹു ഫി തുഹ്ഫത്തി, തുഹ്ഫയിൽ ഈ പറഞ്ഞതിനെ റദ്ദ് ചെയ്തുകൊണ്ട് പറഞ്ഞു ബി അന്നൽ മദ്ഹബ നഖ്ലൻ വ ദലീലൻ, മദ്ഹബുള്ളത് എന്ന് പറഞ്ഞാൽ പ്രബലമായിട്ടുള്ളത് നഖലൻ നിലക്കും വ ദലീലൻ ലക്ഷ്യം നിലക്ക് നോക്കുമ്പോഴും ഔലവിയത്തുൽ ജദീദി, പുതിയതാണ് ഏറ്റവും നല്ലത് എന്നതാണ്. വമിൻ സമ്മ കുഫിന ഫീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുതിയതാണ് നല്ലത് എന്നുള്ളത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഫൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് പുതിയതിലാണ്. തർശീഹ് 139, ബുസ്റൽ കരീം 231. തുഹ്ഫയുടെ ഇബാറത്ത് ഇവിടെയുള്ളത് വൽ മഗ്സൂലു ലബീസു ഔലാ മിനൽ ജദീദി. മിൻഹാജ് അങ്ങനെയാണ്, ധരിച്ചതും കഴുകപ്പെട്ടതുമായ വസ്ത്രമാണ് പുതിയതിനേക്കാൾ നല്ലത്. ലി അന്നഹു ലിസ്സദീദി, കാരണം ഈ കഫൻ തുണി എന്നുള്ളത് അത് ഈ മയ്യത്തിൽ നിന്ന് വരുന്ന, മയ്യത്ത് ദ്രവിക്കുന്ന സമയത്തൊക്കെ വരുന്ന ചീഞ്ചലത്തിന് വേണ്ടിയുള്ളതാണ്, നുരുമ്പിപ്പോകാനുള്ളതാണ്. വൽ ഹയ്യു അഹക്കു ബിൽ ജദീദി, ജീവിച്ചിരിക്കുന്ന ആളുകളാണ് പുതിയ വസ്ത്രം ധരിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവർ. കമാ ഖാലഹു സിദ്ദീഖു കറമല്ലാഹു വജ്ഹഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. വയത്തുരിള, ഈ പറഞ്ഞതിനെ എതിർക്കപ്പെട്ടിട്ടുണ്ട് ബി അന്നൽ മദ്ഹബ നഖ്ലൻ വ ദലീലൻ ഔലവിയത്തുൽ ജദീദി, മദ്ഹബുള്ളത് നഖലൻ നിലക്കും ലക്ഷ്യം നിലക്കും മുൻഗാമികളായ അയിമത്തിനെ തൊട്ട് നഖൽ ചെയ്തു വന്ന നിലക്കും പ്രബലമായിട്ടുള്ളത് ഔലവിയത്തുൽ ജദീദി, പുതിയ വസ്ത്രമാണ് ഏറ്റവും നല്ലത് എന്നതാണ്. മിൻ സമ്മ കുഫിന ഫീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുകൊണ്ട് തന്നെ പുതിയതാണ് നല്ലത് എന്നതുകൊണ്ട് റസൂലുള്ളാഹിനെ കഫൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് പുതിയതിലാണ്. വല്ലാഹിറു, ലാഹിറുള്ളത് അന്നഹു ബിത്തിഫാഖിഹിം ഐ ബി ഇജ്മാഇ സ്വഹാബത്തി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ചെയ്തത് സ്വഹാബത്തിൻ്റെ ഇജ്മാഅ് കൊണ്ടാണ്, അവിടെ ഏകോപിച്ച തീരുമാനമനുസരിച്ചാണ്. അപ്പോൾ സ്വഹാബത്ത് ഏകോപിച്ചു തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനമാണ് റസൂലുള്ളാഹിനെ പുതിയതിൽ കഫൻ ചെയ്യുക എന്നുള്ളത്. അതാണ് ലാഹിറൻ നിലക്ക് നമുക്ക് മനസ്സിലാവുക. തുഹ്ഫ ഷെർവാനി സൈദ 385. അപ്പോൾ തുഹ്ഫ ഈ വിഷയത്തിൽ പുതിയ വസ്ത്രമാണ് നല്ലത് എന്നതിനെയാണ് ബലപ്പെടുത്തിയത് എന്ന് ഈ പറയപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നു. തർശീഹ്, ബുസ്റൽ കരീം, ഫത്ഹുൽ അലി എന്നുള്ളതിലൊക്കെ. ഇസ്മിദുൽ ഐനൈനി 95-ലും ഇപ്രകാരമുണ്ട്, പുതിയതാണ് മഗ്സൂലിനേക്കാണ് അഫ്ളല് കഫൻ തുണിയിൽ. കമാ ഫി തുഹ്ഫത്തി, തുഹ്ഫയിൽ അപ്രകാരമാണ്. മുഖാലിഫൻ ലിമാ ഫി ശർഹയിൽ ഇർഷാദി വൻ നിഹായത്തി വഗൈരിഹ, നിഹായ ഷർഹുൽ ഇർഷാദ് അതുപോലെ തന്നെ ഇർഷാദിൻ്റെ 2 ഷറഹ്, മറ്റു ഗ്രന്ഥങ്ങൾ, ഉദാഹരണം സക്കരിയൽ അൻസാരി തങ്ങൾ ഷർഹുൽ മന്നജിൽ ഒക്കെ പറഞ്ഞത് അന്നൽ മഗ്സൂൽ അഫ്ളലു എന്നാണ്.
ഇസ്മുദുൽ ഐനൈനി 95. ഇവിടെ ഇസ്മുദുൽ ഐനൈനിയിൽ കമാഫി തുഹ്ഫത്തി വന്നിഹായത്തി എന്നും കൂടി നമ്മുടെ കയ്യിലുള്ള നുസ്ഖകളിൽ കാണുന്നുണ്ട്. അത് തെറ്റാണ്. നിഹായയിൽ അങ്ങനെയല്ല. നിഹായയിലുള്ളത് ഇബാറത്തു നിഹായത്തി വൽ മൗസൂലു ഔല എന്നാണ്. നിഹായൻ്റെ ഇബാറത്ത് അങ്ങനെയാണ്. അങ്ങനെ നിഹായയിലുണ്ട് എന്ന് ഇസ്മുദുൽ ഐനൈനിയിൽ നമ്മുടെ കയ്യിലുള്ള നുസ്ഖയിൽ കാണുന്നത് അത് നുസ്ഖയിൽ വന്ന തെറ്റാവാം. എല്ലാ നുസ്ഖയിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് സബഖു കലമാണെന്ന് മനസ്സിലാക്കണം. വല്ലാഹു അഅലം ബിസ്സവാബ്. ഷർഹു ബാഫദിൽ 2/109 അവിടൊക്കെ ഇബ്നു ഹജർ തങ്ങൾ പുതിയതിനേക്കാണ് മൗസൂലാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അല്പം പഴക്കം ചെന്നത്. മൗസൂലുൻ ഖദീമുൻ മൗസൂലുൻ എന്നർത്ഥം. കഴുകപ്പെട്ടതും കുറച്ച് പഴക്കമുള്ളതും അതാണ് നല്ലത്. ഇവിടെ ഫത്തുഹുൽ അലിയിൽ പറഞ്ഞ ഒരു ഇബാറത്ത് വലൈസ ഫീ കലാമി തുഹ്ഫത്തി നസ്സുൻ സരീഹുൻ ഫിൽ ഖിലാഫി ഇത് അന്നഹു ദക്കറൽ ഇഅ്തിറാദ ദൂന അൻ യുഖിറഹു എന്നുണ്ട്. തുഹ്ഫൻ്റെ കലാമിൽ ഈ ഖിലാഫിൽ ഒരു നസ് വ്യക്തമായ ഒരു നസ് വന്നിട്ടില്ല. വളരെ വ്യക്തമായിട്ട് മഹ്സൂലിനേക്കാണ് പുതിയതാണ് നല്ലത് എന്ന നിലക്ക് വ്യക്തമായ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. എഴുത്തിറാദിനെ പറഞ്ഞു, അത് ഇഖ്റാർ ചെയ്തിട്ടില്ല എന്ന് ഫത്തുൽ അലിയിൽ കാണാം. പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ല. തുഹ്ഫ എഴുത്തിറാദ് പറഞ്ഞിട്ട് ആ എഴുത്തിറാദിനെ റദ്ദ് ചെയ്യാത്തത് കൊണ്ട് തുഹ്ഫ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫത്തുഹുൽ അലി ആദ്യം ഇബ്നു ഹജർ തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. തർശീഹ്, ബുഷ്റൽ കരീം ഇവരൊക്കെ, അതുപോലെ തന്നെ ഇസ്മുദുൽ ഐനൈനി ഇവരൊക്കെ തുഹ്ഫ ബലപ്പെടുത്തിയത് ജദീദാണ് കഫൻ തുണിയിൽ അഫ്ളല്, പുതിയതാണ് ഏറ്റവും അഫ്ളല്. സഹാബത്തിൻ്റെ ഇജ്മാഅ് റസൂലുള്ളാഹിനെ പുതിയത് കഫൻ ചെയ്യുന്നതിലുണ്ട് എന്നൊക്കെ പറഞ്ഞത് ആ അടിസ്ഥാനത്തിലാണ്. വല്ലാഹു അഅലം ബിസ്സവാബ്. കഫൻ തുണിയുടെ എണ്ണം മയ്യത്തിന് കഫൻ ചെയ്യുമ്പോൾ നിർബന്ധമായ വസ്ത്രങ്ങൾ എത്രയാവണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം. കഫൻ തുണിയുടെ വിധികളുടെ ഒരു ആകത്തുക പറയുമ്പോൾ അതിനെ 4 ഇനമായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹഖുല്ലാഹി തആല, അല്ലാഹു തആലാൻ്റെ ഹക്ക്. ഈ മയ്യത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹു തആലാക്ക് ഉള്ള ഒരു കടമ, അവനുമായി നിറവേറ്റേണ്ട ഒരു കടമ. വഹുവ സാത്തിറുൽ ഔറത്തി, അത് ഔറത്തിനെ മറക്കുന്ന ഒരു വസ്ത്രം. വയഖ്തലിഫു ബിദ്ദുക്കൂറത്തി വൽ ഉനൂസത്തി, പുരുഷ സ്ത്രീ അനുസരിച്ചുകൊണ്ട് ഈ ഔറത്തിനെ മറക്കുന്ന വസ്ത്രം വ്യത്യസ്തമായിരിക്കും. വഹാദ ലാ യജൂസു ലി അഹദിൻ ഇസ്ഖാത്തുഹു മുത്ലഖൻ, ഈ വസ്ത്രം ഔറത്തിനെ മറക്കാൻ പര്യാപ്തമായ സ്ത്രീക്ക് വേണ്ടത് പുരുഷന് വേണ്ടത്, അതിനെ വേണ്ടെന്ന് വെക്കാൻ ഒഴിവാക്കാൻ ഒരാൾക്കും ഒരു വിധേനയും അനുവദനീയം അല്ല. മറ്റൊന്ന് ഹക്കുൽ മയ്യിത്തി, മയ്യത്തിനുള്ള അവകാശം. വഹുവ സാത്തിറു ബഖിയത്തിൽ ബദനി, അത് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തെയും മറക്കുന്ന, മയ്യത്തിൻ്റെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗം, ഔറത്തിൻ്റെ ഭാഗം കഴിച്ച് ബാക്കിയുള്ളതിനെ മറക്കുന്ന തുണി. ഫയജൂസു ലിൽ മയ്യിത്തി ഇസ്ഖാത്തുഹു, ഇതിനെ ഒഴിവാക്കാൻ മയ്യത്തിന് അനുവദനീയമാണ്, ഇത് വേണ്ടെന്ന് വെക്കാം.
കമാ ഖാലഹു ബിനു ഹജർ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖിലാഫൻ ലി മുഹമ്മദ് റംലി, ഇമാം റംലി തങ്ങൾ അതിനോട് എതിരാണ്. മൂന്നാമത്തേത് ഹഖുൽ ഉറമായി, കടക്കാരായ ആളുകൾ, ഈ മയ്യത്തിൽ നിന്ന് വല്ലതും ലഭിക്കേണ്ട ആളുകളുണ്ട്, കടമായി അവൻ വാങ്ങിയത് ലഭിക്കേണ്ടവർ, അവർക്ക് അവകാശപ്പെട്ടതാണ് വഹുവ സാനി വസാലിസു, രണ്ടാമത്തെയും മൂന്നാമത്തെയും വസ്ത്രം. ഫഹാദാലിൽ ഉറമായി ഇൻദൽ ഇസ്തിഗ്റാഖി, ഇവന്റെ അനന്തര സ്വത്തിനെ മുഴുവനും ഉൾപ്പെടുത്തും വിധം കടമുണ്ടെങ്കിൽ ഇവിടെ ഈ കടക്കാരായ ആളുകൾക്ക് പറ്റും അൽ മൻഉ മിൻഹു, ഈ 2-3 വസ്ത്രത്തിനെ തൊട്ട് തടയൽ, ഞങ്ങളുടെ കടത്തിലേക്ക് തിരിക്കണമെന്ന് പറഞ്ഞ് തടയാൻ അവകാശമുണ്ട്. നാലാമത്തേത് ഹഖുൽ വറസത്തി, അനന്തരാവകാശികൾക്കുള്ള അവകാശമാണ്. വഹുവ സായിദു അല സലാസത്തി, 3 അധികം വസ്ത്രം ഉപയോഗിക്കുമ്പോൾ അത് അനന്തരാവകാശികളുടെ അവകാശമാണ്. ഫലഹും ഇസ്ഖാത്തുഹു, അവർക്ക് അതിനെ വേണ്ടെന്ന് വെക്കാൻ, ഒഴിവാക്കാൻ പറ്റും. അവരത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റൂല. ഇവിടെ ബിറിയ 85, തർശീഹ് 138 എന്നിവയിൽ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതിനെ ബാജൂരി ഒന്നും കൂടി വിശദമാക്കിയത്, അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് അവകാശമായി ലഭിക്കേണ്ടത് ഔറത്തിനെ മറക്കുന്ന ഒരു വസ്ത്രമാണ്. മയ്യത്തിൻ്റെ അവകാശം അതോടൊപ്പം അള്ളാഹുവിൻ്റെ അവകാശവുമായി കലർന്നത്, ശരീരം ബാക്കിയുള്ളത് മറക്കുന്ന ഒരു വസ്ത്രമാണ്. ഈ മയ്യത്തിൻ്റെ മാത്രം അവകാശമായതാണ് 2-3 വസ്ത്രങ്ങൾ. അപ്പോൾ കുല്ലുമിനൽ അവലി വസ്സാനി, അപ്പോൾ ആദ്യ വസ്ത്രവും രണ്ടാമത്തെ വസ്ത്രവും ലാ യുസ്ഖത്തു ബി വസിയ്യത്തിൻ വലാ ഗൈരിഹ, അതിനെ വസിയ്യത്ത് മുഖേനയും അല്ലാത്തത് മുഖേനയും ഒഴിവാക്കപ്പെടാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും അവകാശമുള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വസ്ത്രം എന്നല്ല, ഒന്നാമത്തെ ഇത് അള്ളാഹുവിൻ്റെ ഹക്കാണ്, രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ ഹക്കുമായി കലർന്ന മയ്യത്തിൻ്റെ ഹക്ക്, അതാണ് രണ്ടാമത്തേത്. ഈ രണ്ടിനെയും എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ മറക്കുന്ന ഒരു വസ്ത്രം, അതിനെ ഒഴിവാക്കാൻ വസിയത്ത് മുഖേനയും അല്ലാതെയും പറ്റുകയില്ല. ഇമാം റംലി തങ്ങൾ ആ വീക്ഷണമായതുകൊണ്ടാണ് ബാജൂരി അങ്ങനെ പറഞ്ഞത്. അമ്മൽ അവ്വലു ഫലിയന്നു ഹഖുല്ലാഹി തആല, ഒന്നാമത്തെ ആ രൂപത്തിൽ പറഞ്ഞത് അള്ളാഹിൻ്റെ ഹക്കാണ്, രണ്ടാമത്തേത് അള്ളാഹിൻ്റെ ഹക്ക് കലർന്നതാണ്, അതുകൊണ്ടും പറ്റൂല. ഫലോവൗസാബി സാത്തിരിൽ ഔറത്തി ഫഖത്ത് ലം തസിഹ വസിയത്തു, ഔറത്ത് മറക്കുന്നൊരു വസ്ത്രേ ഉപയോഗിക്കാവൂ എന്നോ വസിയത്ത് ചെയ്ത വസിയത്ത് ശരിയല്ല. മൂന്നാമത്തെ ഇതിലുള്ള രൂപം ഹക്കുൽ മയ്യത്തി ഷാമിൽ സൗബി സാനി വസാലിസ്, 2-3 വസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മയ്യത്തിൻ്റെ അവകാശം, അത് യസ്ഖുത്തു ബിൽ വസിയ്യത്തി, വസിയ്യത്ത് കൊണ്ട്, യുസ്ഖത്തു ബിൽ വസിയ്യത്തി, വസിയ്യത്ത് കൊണ്ട് അതിനെ ഒഴിവാക്കപ്പെടാൻ പറ്റും. അവൻ പറയാണ് അത് വേണ്ടെന്ന് പറഞ്ഞാലും അവൻ വസിയ്യത്ത് ചെയ്താൽ 2-3 വസ്ത്രം വേണ്ടെന്ന് വെക്കാം. ബാജൂരി 1-267. ഈ കാര്യങ്ങളെയൊക്കെ വിശദമാക്കിയ ശേഷം കാണാൻ കഴിയും, ഫമത കുഫിനൽ മയ്യിത്തു മിൻ മാലിഹി, മയ്യത്തിനെ കഫൻ ചെയ്യപ്പെടുന്നത് മയ്യത്തിൻ്റെ ധനത്തിൽ നിന്ന് ആണ്. വലം യക്കുൻ അലൈഹി ദൈനുൻ മുസ്തഗ്രിഖുൻ, അവൻ്റെ ആ അനന്തര സ്വത്തിനെ മുഴുവനും ഉൾക്കൊള്ളുമാർ വിധം കടം ഓൻ്റെ മേലില്ല. എന്ന് പറഞ്ഞാൽ അനന്തര സ്വത്ത് മുഴുവൻ കൊടുത്താലും വീട്ടാൻ തികയാത്ത ഒരു കടം,
ഇല്ല എന്ന് പറഞ്ഞാൽ കടം വീട്ടിയാലും ബാക്കിയുണ്ട്. എന്നാൽ കുഫിനസ് ബി സലാസത്തിൻ ഉജുബ, നിർബന്ധമായും 3 വസ്ത്രത്തിൽ അവനെ കഫൻ ചെയ്യപ്പെടണം. ഷെർവാനി 3:116. ഖാല ഷർഖാവി വൽ മുഅ്തമദു ഉജൂബു സലാസ് ലഫായിഫ. 3 ആകെ പൊതിയുന്ന വസ്ത്രം നിർബന്ധമാണ്, പുരുഷ മയ്യത്താണെങ്കിലും സ്ത്രീ മയ്യത്താണെങ്കിലും. ദക്കറൻ കാന ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ. ഇതാ കുഫിന മിൻ മാലിഹി, ഓൻ്റെ മുതലിൽ നിന്നാണ് കഫൻ ചെയ്യപ്പെടുന്നതെങ്കിൽ. വലം യൂസുബി ഇസ്കാത്തി സായിദി അരൽ വാഹിദി, ഒന്നിനേക്കാൾ അധികമുള്ളതിനെ ഒഴിവാക്കൽ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുമില്ല. വലം യംന മിന്നു ഖരീമുൻ മുസ്തഗ്രിക്കുൻ ദൈനുഹു ലിത്തരിക്കത്തി, അനന്തര സ്വത്തിനെ മുഴുവനും ഉൾക്കൊള്ളുന്ന ഓൻ്റെ കടം, ഓൻ്റെ അനന്തര സ്വത്തിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു കടം ഉണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഖരീമ് തടയണമില്ല, കടക്കാർ ഓനെ തടയണമില്ല. എന്നാൽ പിന്നെ 3 വസ്ത്രം നിർബന്ധമാണ്. ഈ രീതിയിലാണ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. സഫീനത്തുൻ നജാത്തി ലിബിനി സുമൈരിനിൽ ഹളറമി എന്നവരുടെ ഗ്രന്ഥം 400-ാമത്തെ പേജ്. സഫീനത്തുൻ നജാത്ത് 401. ബുഷ്റൽ കരീമിലും ഇക്കാര്യം കാണാം 2395. ചുരുക്കത്തിൽ സാധാരണഗതിയിൽ മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോൾ 3 വസ്ത്രം നിർബന്ധമാണ്. പുരുഷന് 3 വസ്ത്രത്തിൻ്റെ മേൽ 3 വസ്ത്രം ആണ് പുരുഷന് ഏറ്റവും അഫ്ളൽ എന്ന് പറഞ്ഞാൽ 3 വസ്ത്രം നിർബന്ധമാകുമ്പോൾ തന്നെ 3-നേക്കാൾ ഏറാതിരിക്കുക എന്നതാണ് പുരുഷന് അഫ്ളൽ. സ്ത്രീ ആകുമ്പോൾ 5 ആക്കലാണ് ഈ സുന്നത്തുള്ളത്. 3 വസ്ത്രത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന 5 വസ്ത്രം. പുരുഷ മയ്യത്തിന് 5 വസ്ത്രം ആവാം, പക്ഷെ സുന്നത്തിന് എതിരാണ്. ഫത്ഹുൽ മുഈനിൻ്റെ ഇബാറത്ത് വ അക്മലുഹു ലിദ്ദക്കരി സലാസത്തുൻ, പുരുഷന് പൂർണ്ണമായത് 3 എണ്ണമാണ്. യഉമ്മു കുല്ലും മിൻഹ അൽ ബദന, ആ 3-ൽ നിന്ന് ഓരോന്നും ശരീരത്തെ മുഴുവനാക്കും. ഇല്ലാ റസൽ മുഹരിമി, മുഹരിമിൻ്റെ തല ഒഴികെ, അതുപോലെ തന്നെ മുഹരിമത്തിൻ്റെ മുഖവും ഒഴികെ. അപ്പോൾ മുഹരിമാകുമ്പോൾ അവൻ്റെ തല മൂടൽ ഹറാമാണ് പുരുഷ മയ്യത്തിൻ്റെ. മുഖം മൂടൽ ഹറാമില്ല. ഇഹ്റാമിലായിട്ട് മരിച്ച മയ്യത്തിൻ്റെ തലമറക്കൽ, പുരുഷ മയ്യത്തിൻ്റെ തലമറക്കൽ ഹറാമാണ്. ആ പുരുഷ മയ്യത്തിൻ്റെ മുഖം മറക്കൽ ഹറാമില്ല. സ്ത്രീ മയ്യത്തിൻ്റെ മുഖം മറക്കൽ ഹറാമാണ്, തല മറക്കുകയും വേണം. പുരുഷൻ എന്ന് പറയുമ്പോൾ ആണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കേണ്ടത്, പ്രായപൂർത്തി എത്തിയാലും ഇല്ലെങ്കിലും. ഇനി സ്ത്രീ എന്ന് പറയുമ്പോൾ അത് വകതി ചെറിയ കുട്ടിയാണെങ്കിലും അവിടെ വലിയ സ്ത്രീകൾക്കുള്ള അതേ രീതിയിൽ തന്നെയാണ്. വജാസ അൻ യുസാദ തഹ്തഹ ഖമീസുൻ വ ഇമാമത്തുൻ, 3 വസ്ത്രം നിർബന്ധം ആണ്, അഫ്ളലാണ്, അക്മലാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ 3 മേൽ പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായല്ലോ, 3 നിർബന്ധമാണ്. അതോടൊപ്പം 3-ൽ ചുരുക്കൽ, 3-മേൽ നിർത്തൽ അഫ്ളലുമാണ്, അക്മലുമാണ്. ഇനി അതിൻ്റെ താഴെ ഒരു നീളക്കുപ്പായവും തലയെക്കെട്ടും അധികമാക്കൽ ജായിസാണ്, പക്ഷേ അത് ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം റസൂലുള്ളാഹി തങ്ങളെ
കഫൻ ചെയ്തതും ആകെ പൊതിയുന്ന 3 വസ്ത്രത്തിലാണ്. അതിൽ തലയെക്കെട്ടോ മറ്റോ നീളക്കുപ്പായമോ ഉണ്ടായിരുന്നില്ല എന്നാണ്. സ്ത്രീയാകുമ്പോൾ 5 വസ്ത്രമാണ്. ഒരു നീളക്കുപ്പായം, മുഖമക്കന, അരയുടുപ്പ്, ലഫാഫത്താന്, പിന്നെ ആകെ പൊതിയുന്ന 2 തുണിയും, അങ്ങനെ 5. അരയുടുപ്പ്, നീളക്കുപ്പായം, മുഖമക്കന ഇതൊക്കെ ഓരോന്നോരോന്നെടുക്കുമ്പോൾ ശരീരം മുഴുവൻ മറയുന്നതല്ല. ഈ 3ഉം കൂടി ഒന്നിൻ്റെ സ്ഥാനത്താണ്, ആകെ പൊതിയുന്ന ഒരു വസ്ത്രത്തിൻ്റെ സ്ഥാനത്ത്, പിന്നെ 2 വസ്ത്രവും. ഇങ്ങനെയാണ്. അപ്പോൾ 3 വസ്ത്രമാകുമ്പോൾ 3ഉം ശരീരം മുഴുവനും ഉൾക്കൊള്ളുന്നതാവണം. ഫത്ഹുൽ മുഈന് പേജ് 152, ഷർഹ് മുസ്ലിം 1-348. ഇനി സ്ത്രീ മുഹരിമത്തായ ഒരു സ്ത്രീ, ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാമിലുള്ള ഒരു സ്ത്രീക്ക് അവളുടെ കൈ മറക്കൽ ഹറാമാണ് എന്ന് ഹജ്ജിൻ്റെ ബാബിൽ പറയുന്നുണ്ട്. അവിടെ കൈ മറക്കൽ ഹറാമാണെന്ന് പറഞ്ഞാൽ കയ്യിന് ഒരു കവറടിച്ച് കീശ പോലെ ഉണ്ടാക്കി അതിൽ കൈ വെക്കൽ, പൊതിയൽ ഹറാമ് എന്നാണുള്ളത്. നേരെ മറിച്ച് കയ്യിൻ്റെ മുകളിലൂടെ ഒരു തുണി ഇട്ടതുകൊണ്ട് ആ കൈ മറക്കൽ എന്ന ഹറാമ് വരികയില്ല. അപ്പോൾ സ്ത്രീ മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോൾ കൈ ഉള്ളിൽ വെച്ച് അതിൻ്റെ മുകളിലൂടെ ഈ വസ്ത്രം പൊതിയുന്നതിന് വിരോധം ഇല്ല എന്ന് സാരം. പുരുഷ മയ്യത്തിന് 3ൻ്റെ മേൽ ചുരുക്കലാണ് അക്മൽ എന്ന് വരുമ്പോൾ 3നേക്കാൾ അധികമാക്കൽ ജായിസാണെങ്കിലും അത് ഖിലാഫുൽ ഔലയാണ് എന്ന് തർശീഹ് 138 പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലാണ് മയ്യത്തിനെ ചെയ്യേണ്ടത്. ഈ നീളക്കുപ്പായം, തലേകെട്ട് എന്നൊക്കെ പറയുന്നത് മുഹരിമല്ലാത്ത മയ്യത്തിനെ പറ്റൂ. പുരുഷ മയ്യത്താകുമ്പോൾ നീളക്കുപ്പായം പറ്റൂല, കാരണം ചുറ്റി തുന്നപ്പെട്ട വസ്ത്രം പറ്റൂല, തല മറക്കാൻ പാടില്ലാത്തതുകൊണ്ട് തലകെട്ടും പറ്റൂല. സ്ത്രീക്ക് തല മറക്കുന്നതിനും അത് മറക്കണം, അതുപോലെ നീളക്കുപ്പായം ധരിക്കുന്നതിനൊന്നും വിരോധമില്ല മുഹരിമത്താണെങ്കിൽ പോലും. ഏതായാലും പുരുഷനും സ്ത്രീക്കും നിർബന്ധമായത് ആകെ പൊതിയുന്ന 3 വസ്ത്രമാണ്. എന്നാൽ സ്ത്രീക്ക് നല്ലത് 5 ആകെ പൊതിയുന്ന 2 തുണിയും, പിന്നെ മുഖമക്കന, നീളക്കുപ്പായം, അരയുടുപ്പ് ആദ്യം ധരിക്കുക, എന്നിട്ട് നീളക്കുപ്പായം ധരിപ്പിക്കുക, അതിൻ്റെ മേലെ മുഖമക്കന നീളക്കുപ്പായത്തിൻ്റെ മേലെ വരുന്ന രീതിയിൽ ധരിപ്പിക്കുക. പുരുഷമയ്യത്തിന് ആകെ പൊതിയുന്ന 3 വസ്ത്രമാണ് നിർബന്ധമായത് എന്നതിൻ്റെ പുറമെ 3ന്മേൽ ചുരുക്കലാണ് അവനക്ക് അക്മലായതും അഫ്ളലായതും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അരയുടുപ്പ് ധരിപ്പിക്കാറുണ്ട് ഈ 3 വസ്ത്രത്തിനു പുറമെ. യഥാർത്ഥത്തിൽ അത് സുന്നത്തുള്ളതായി ഇമാമുകളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചില സ്ഥലങ്ങളിൽ മയ്യത്തിനെ ആദരിച്ചുകൊണ്ട് കുളിപ്പിക്കൽ കഴിഞ്ഞാൽ ഒരു അരയുടുപ്പ് ധരിപ്പിച്ചുകൊണ്ട് വരികയും പിന്നീട് കഫൻ ചെയ്യുകയും ചെയ്യാറുണ്ട്. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ കർശനമായി അതിനെ തടയേണ്ടതില്ല എന്ന് മനസ്സിലാക്കാം. എന്നാലും അത് സുന്നത്തുണ്ട് എന്ന് പറയാൻ പറ്റുകയില്ല. സ്ത്രീ മയ്യത്താകുമ്പോൾ 5 വസ്ത്രം സുന്നത്താണെന്ന് പറഞ്ഞതിൽ അരയുടുപ്പ് കൂടി പറഞ്ഞിട്ടുമുണ്ട്. ലങ്കോട്ടി എന്ന
ഒരു ചെറിയ കഷ്ണം തുണി ആവശ്യമുണ്ട്. ഇത് ഈ 3 അതല്ലെങ്കിൽ 5 എന്ന് പറയുന്ന ആ വസ്ത്രത്തിൽ പെടുന്നതല്ല, അതിൻ്റെ പുറമേയുള്ളതാണ്. അതിനെ ഒരു വസ്ത്രമായിട്ട് എണ്ണാറില്ല. പിന്നെ സ്ത്രീകൾക്ക് നീളക്കുപ്പായം ധരിപ്പിക്കുമ്പോൾ ആ നീളക്കുപ്പായം ജീവിച്ചിരിക്കുന്ന ആളുകൾ ധരിക്കുന്നത് പോലെയുള്ള നീളക്കുപ്പായമാണ് വേണ്ടത്. എന്നാൽ വഇത്ലാഖുഹും യഖ്തദി അന്നഹു കഖമീസിൽ ഹയ്യ്, ജീവിച്ചിരിക്കുന്ന ആളുകൾ ധരിക്കുന്ന നീളക്കുപ്പായം പോലെയുള്ളതാവലിനെ തേടുന്നുണ്ട് ഫുഖഹായിൻ്റെ പ്രയോഗം. ബൽ സറഹ ബിഹി ഷർഖാവിയു വഗൈറുഹു, ഇമാം ഷർഖാവിയും മറ്റുള്ളവരൊക്കെ അതിനെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫമഅ്തീദ ഫി ബഅദിൽ ജിഹാത്തി, അപ്പോൾ ചില പ്രദേശങ്ങളിൽ പതിവുള്ളത്, മിൻ ജഅലിഹി ഇലാ നിസ്ഫി സാഖി, തണ്ടങ്കാലിൻ്റെ പകുതി വരെ നീളമുള്ളതായ ഒരു ഖമീസ്, വബില അക്മാമിൻ, അതിന് കൈകളും ഇല്ല, ആ രീതിയിൽ ചെയ്യുന്ന ഒരു നീളക്കുപ്പായം പതിവുണ്ട്. അത് മുങ്കറും ഷദീദു തഹരീമി, പാടില്ല, ശക്തമായ ഹറാമാണ് എന്ന് ബിഗ്യ 85 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ നീളക്കുപ്പായം, നമസ്കാര കുപ്പായം എന്ന് പറയുന്ന ആ രീതിയിലുള്ള കുപ്പായം തന്നെ ആവണം എന്ന് സാരം. കഫൻ പുടവ തയ്യാറാക്കി വെക്കൽ. യംബഗി അല്ലാ യുഅദ്ദ ലിനഫ്സിഹി കഫനൻ, സ്വന്തം നഫ്സിന് വേണ്ടി കഫൻ തുണിയെ തയ്യാറാക്കി വെക്കപ്പെടാതിരിക്കൽ അത്യാവശ്യമാണ്. ഇല്ലാ ഇൻ സലിമ അനി ശുബ്ഹത്തി, ഇതിൽ ശുബ്ഹത്തിനെ തൊട്ട് രക്ഷപ്പെട്ടതായാൽ ഒഴികെ. ഈ കഫൻ തുണി മേടിച്ച പണം അത് ശുബ്ഹത്തിൻ്റെ മുതൽ അല്ല, അതിനെ തൊട്ട് രക്ഷപ്പെട്ട ഒരു മുതലാണ്, അതുകൊണ്ട് മേടിച്ചതാണ്. അങ്ങനെ ആയാൽ ഒഴികെ. ഔ ഹിയ ഫീഹി അഖഫു, അതല്ലെങ്കിൽ ഈ മേടിച്ച പണത്തിൽ, ഈ കഫൻ തുണി മേടിക്കാൻ ഉപയോഗിച്ച ധനത്തിൽ ശുബ്ഹത്തിൻ്റെ മുതൽ വളരെ കുറവാണ്. ഔ കാന മിൻ അസരി മൻ യുതബറക്കു ബിഹി, അതല്ലെങ്കിൽ ഇതുകൊണ്ട് ബറക്കത്തെടുക്കപ്പെടാവുന്ന ഒരാളുടെ ശേഷിപ്പിൽപ്പെട്ടതാണ് ഇത്. ഒരു ബറക്കത്തെടുക്കപ്പെടാവുന്ന ഒരാളുടെ ശേഷിപ്പായിട്ടുള്ള തുണിയാണ്. അങ്ങനെയൊക്കെ ആവുമ്പോൾ അത് തൻ്റെ കഫൻ തുണിയായി എടുത്തു വെക്കൽ, തയ്യാറാക്കി വെക്കൽ പറ്റും. അങ്ങനെ ഈ സാഹചര്യത്തിലൊന്നും അല്ലാതെ തയ്യാറാക്കി വെക്കൽ കറാഹത്തില്ല എന്നാണ് ഐൻഷീൻ പറയുന്നത്. അപ്പോൾ ഏതായാലും വലാ യുന്തബു അൻ യുഅദ്ദ ലിനഫ്സിഹി കഫന, സ്വന്തം നഫ്സിന് കഫൻ തുണി തയ്യാറാക്കൽ സുന്നത്തില്ല. ഐൻഷീൻ പറഞ്ഞത് കറാഹത്തില്ല, സുന്നത്തില്ലെങ്കിലും കറാഹത്തൊന്നുമില്ല. പക്ഷെ ഷെയ്ഖുന പറയുന്നു യുക്റഹു ഇത്തിഖാദുൽ കഫനി ഇല്ലാ മിൻ ഹില്ലിൻ ഔ മിൻ അസരിൻ സാലിഹിൻ ഔ മിൻ അസരി സാലിഹിൻ, സജ്ജനങ്ങളുടെ ശേഷിപ്പിൽ നിന്നായാൽ ഒഴികെ, അതല്ലെങ്കിൽ ഹലാലായ മുതലിൽ നിന്നായാൽ ഒഴികെ. അങ്ങനെയൊന്നുമല്ലെങ്കിൽ ഇത് തയ്യാറാക്കി വെക്കൽ കറാഹത്താണ് എന്ന് ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്. ഷെർവാനി തുഹ്ഫ 3:127-28, ഷെർവാനി 3:127. ഇനി അവൻ തയ്യാറാക്കി അതിനെ നിജപ്പെടുത്തിയാൽ, സുമ്മ അയ്യനഹു തഅയ്യന, ഓൻ അതിനെ നിജപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഉപയോഗിക്കൽ നിജപ്പെട്ടതായി. വിഫാഖല്ലിൻ നിഹായ, നിഹായ ആ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. തുഹ്ഫ 3:128. ഇവിടെ ഷെർവാനി നൽകിയ വിശദീകരണം അന്ന മഹല്ല വുജൂബി തക്ഫീനി ഫീമാ അഅദ്ദഹു ലിനഫ്സിഹി,
സ്വന്തം ശരീരത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ച കഫൻ തുണി തന്നെ ഉപയോഗിക്കൽ, കഫൻ ചെയ്യാൻ ഉപയോഗിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞത് അയ്യക്കൂല ബാഴത എഴുതാതിഹി, അതിനെ തയ്യാറാക്കിയ ശേഷവും പറഞ്ഞു കഫിനൂനി ഫി ഹാദാ ഔ നഹ്വി ദാലിക, എന്നെ ഇതിൽ കഫൻ ചെയ്യണം എന്നതുപോലെയുള്ള വാക്കുകൾ, അതിൽ കഫൻ ചെയ്യണം എന്നറിയിക്കുന്ന വാക്കുകളും പറഞ്ഞിക്കണമെങ്കിൽ അത് തന്നെ വേണം. അമ്മാമ അഅദഹു ബിലാ ലഫ്ദിൻ യദുല്ലു അലാ തലബി തക്ഫീനി ഫീഹി, ഇതിൽ തന്നെ കഫൻ ചെയ്യലിനെ തേടുന്ന വാചകങ്ങളൊന്നും തയ്യാറാക്കിയ ശേഷം പറഞ്ഞിട്ടില്ലെങ്കിലോ, കനിസ്തഹ്സന ലിനഫ്സിഹി സൗബൻ അവിദ്ദഖറഹു, ഓൻ നഫ്സിനിക്കൊരു വസ്ത്രം നല്ലതായി കണ്ടു, അതല്ലെങ്കിൽ ഓൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓ ദല്ലത്തിൽ ഖരീനത്തു അല അന്നഹു ഖസദ യകുന കഫനലഹു, ഇവിടെ ആ തയ്യാറാക്കി വെച്ചത് അറിയിക്കുന്നുണ്ട് അത് ഓൻ്റെ കഫനാവണം എന്ന് ഓനക്ക് ഉദ്ദേശമുണ്ട്, അങ്ങനെ അറിയിക്കുന്ന വല്ല സൂചനയുണ്ട്. എന്നാലൊക്കെ ഫല യജിബു തക്ഫീനു ഫീഹി, അതിൽ തന്നെ കഫൻ ചെയ്യൽ നിർബന്ധമൊന്നുമില്ല. നഅം അൽ ഔലാ ദാലിക, നല്ലത് അതാണ്. ഷർവാനി 3:128. ശേഷം ഇബ്നു ഖാസിം തങ്ങൾ പറയുന്നു, അവന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു വസിയത്തിൻ്റെ സ്ഥാനത്താണ്, അത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഷെർവാനി ഇബ്നു ഖാസിം തങ്ങൾ പറഞ്ഞതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, വമാ ഖാലഹു ഇബ്നു ഖാസിം ഹുവൽ അഖറബു, ഇബ്നു ഖാസിം പറഞ്ഞത് അത് ഈ മുഅ്തമദിനോട് ഏറ്റവും അടുത്തതാണ് എന്ന് പറഞ്ഞാൽ, ഓനത് തയ്യാറാക്കി സൂക്ഷിച്ചു വെച്ചു എന്നുള്ളത് തന്നെ ഒരു വസിയത്തിൻ്റെ സ്ഥാനത്താണ്, അപ്പോൾ അത് തന്നെ ഉപയോഗിക്കണം എന്ന് വരുന്നു. ഏതായാലും അങ്ങനെ തയ്യാറാക്കി വെച്ചത് ഉണ്ടെങ്കിൽ അതിൽ തന്നെ കഫൻ ചെയ്യുകയാണ് വേണ്ടത്. പ്രത്യേകിച്ചും അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധം കൂടിയാണ് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉലമാ, നല്ല സജ്ജനങ്ങൾ പോലെയുള്ള ഖൈറിൻ്റെ അഹ്ലുകാരുടെ ശേഷിപ്പിൽപ്പെട്ട കഫൻ തുണികൾ അത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം വഖദ് സബത ഫി സഹീഹിൽ ബുഖാരി അൻ സഹീൽ ബിൻ സഈദ് സാഇദി റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തങ്ങളുടെ സഹീഹ് ബുഖാരിയിൽ കാണാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന അലൈഹി ബുർദത്തുൻ, റസൂലുള്ളാഹിന്റെ മേലെ ഒരു കരിമ്പട ഉണ്ടായിരുന്നു. അപ്പോൾ തലബഹ റജുലും മിന്നു, ആ കരിമ്പടത്തെ ഒരു സഹാബി നബി തങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടു. ഫഅഅതാഹു ഇയ്യാഹ, അദ്ദേഹത്തിന് റസൂലുള്ളാഹി അതിനെ കൊടുത്തു. ഫഖാല ലഹു സഹാബത്തു, അദ്ദേഹത്തിനോട് സഹാബത്ത് ചോദിച്ചു, മാ അഹ്സൻത, നീ നല്ലതല്ല ചെയ്തത്. സഅൽതഹു, നീ റസൂലുള്ളാഹിനോട് ചോദിച്ചില്ലേ. വഅലിംത, നിനക്കറിയാം, അന്നഹു ലാ യറുദ്ദു, ചോദിച്ചോലെ മടക്കൂല എന്ന് എനിക്കറിയാം, പിന്നെ ചോദിച്ചത് ശരിയായില്ല. ഖാല, അദ്ദേഹം പറയാണ്, ഇന്നി വല്ലാഹി മാ സഅൽതുഹു, നിശ്ചയം അള്ളാനെ തന്നെയാണ് സത്യം, ഞാൻ ഇതിനെ ചോദിച്ചിട്ടില്ല. ലി അക്ബിസഹു, ലി അൽബിസഹു, ഞാൻ അതിനെ എനിക്ക് ധരിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. ഇന്നമാ സഅൽതുഹു ലി യകൂന കഫനി, ഞാൻ അത് ചോദിച്ചത് അത് എൻ്റെ കഫൻ തുണിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഖാല സഹലുൻ, ഈ ഹദീസ് ഉദ്ധരിച്ച സഹൽ ഇബ്നു സഈദ് എന്നവർ പറയാണ്, ഫകാനത്ത് കഫനഹു, അദ്ദേഹത്തിൻ്റെ കഫൻ തുണി റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത ഈ ബുർദത്തായിരുന്നു. ഇമാം ബുഖാരി ജനായിസിൻ്റെ ബാബിൽ 1277 നമ്പർ ഹദീസായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഷർഹുൽ മുഹദ്ദബ് 5162. അതുപോലെ ഈ വിഷയങ്ങൾ കഫൻ തുണി തയ്യാറാക്കലിനെ സംബന്ധിച്ച് ബാജൂരി 1:266, റൗളു താലിബ് 1:251 പറഞ്ഞിട്ടുണ്ട്. ഇനി
കഫൻ തുണിയിൽ സംസം വെള്ളത്തിൽ മുക്ക കഫൻ തുണി. ഖാലഫിൽ അസ്റാരിൽ മുഹമ്മദിയ ലൗ ഉളിഅ ഷഅറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഔ അസാഹു ഔ സൗതുഹു അലാ ഖബരി ആസിൻ. റസൂലുള്ളാഹിന്റെ ഷഅറു മുബാറക്കോ അതല്ലെങ്കിൽ അവിടുത്തെ വടിയോ അതല്ലെങ്കിൽ അവിടുത്തെ ചാട്ടവാറോ ഒരു ദോഷിയായ മനുഷ്യന്റെ ഖബറിന്റെ മേൽ വെക്കപ്പെട്ടാൽ നജാ ദാലിക്കൽ ആസി, ആ ദോഷിയായ മനുഷ്യൻ രക്ഷപ്പെടും. ബി ബറകാത്തി തിൽക ദഖീറത്തി, ഈ റസൂലുള്ളാഹിന്റെ ഈ തിരുശേഷിപ്പുകളുടെ ബറക്കത്തുകളെ കൊണ്ട്, മിനൽ അദാബി, ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടും. വൈങ്കാന ഫി ദാരി ഇൻസാനിൻ ഔ ബി ബൽദത്തിൻ, ഈ പറയപ്പെട്ട തിരുശേഷിപ്പുകൾ ഒരു മനുഷ്യന്റെ വീട്ടിലോ അതല്ലെങ്കിൽ ഒരു നാട്ടിലോ ഉണ്ടെങ്കിൽ ലാ യുസീബു സുക്കാനഹ ബലാഉൻ, അവിടെ താമസിക്കുന്നവർക്ക് ഒരു ബലാഉം എത്തുകയില്ല. ബി ബറക്കത്തിഹി, റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട്. വൈലം യുഷ്ഇറു ബിഹി, അതുകൊണ്ട് അവർ അറിഞ്ഞിട്ടില്ല, അവിടെ ഇരിപ്പുള്ളതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും എത്തുകയില്ല. വമിൻ ഹാദൽ ഖബീലി മാഉ സംസമ, ഇതിൽപ്പെട്ടതാണ് സംസം വെള്ളം. വൽ കഫനുൽ മബ്ലൂലു ബിഹി, ഈ സംസം കൊണ്ട് നനക്കപ്പെട്ട കഫൻ തുണിയും. വ ബിതാനത്തു അസ്താരിൽ കഅബത്തി, കഅബയെ മറച്ച ആ തുണികളുടെ കഷ്ണങ്ങളും. വത്തകഫുനു ബിഹ, ഇവയെ കൊണ്ട് കഫൻ ചെയ്യൽ. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. തഫ്സീർ റൂഹുൽ ബയാൻ 3479, സൂറത്തു തൗബയിലെ വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും എന്ന് പറയുന്ന ആയത്തിൻ്റെ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്. ഇബാദത്ത് നിർവഹിച്ച വസ്ത്രം അത് കഫൻ തുണിയായി ഉപയോഗിക്കുന്നതിന് വിരോധം ഇല്ല, നല്ലതാണെന്ന് മനസ്സിലാക്കാം. മഹദിയായ ആയിഷ ബീവിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്, അവർ പറയാണ്, ദഖൽതു അലാ അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ തങ്ങളുടെ മേൽ ഞാൻ പ്രവേശിച്ചു. ഖാല, അബൂബക്കർ തങ്ങൾ രോഗിയായ ആ സമയത്ത് അബൂബക്കർ തങ്ങൾ ചോദിച്ചു, ഫീകം കഫൻതുമുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എത്ര വസ്ത്രങ്ങളിലാണ് നിങ്ങൾ റസൂലുള്ളാഹിനെ കഫൻ ചെയ്തത്? കാലത്ത് ആയിഷ ബീവി പറഞ്ഞു, ഫി സലാസത്തി അബ്വാബിൻ ബീളിൻ സഹൂലിയത്തിൻ ലൈസ ഫിഹ ഖമീസുൻ വലാ ഇമാമത്തുൻ, തലകെട്ടോ നീളക്കുപ്പായമോ ഇല്ലാത്ത 3 വെളുത്ത ശരീരം ആകെ പൊതിയുന്ന തുണിയിലാണ്. വഖാല ലഹ ഫി അയ്യി യൗമിൻ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതു ദിവസമാണ് റസൂലുള്ളാഹി വഫാത്തായത്? കാലത്ത് യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസമാണെന്ന് പറഞ്ഞു. ഖാല ഫ അയ്യു യൗമിൻ ഹാദാ, സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, ഏതാ ദിവസം? കാലത്ത് യൗമുൽ ഇസ്നൈൻ, ഇത് തിങ്കളാഴ്ച ദിവസമാണ്. ഖാല, സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അർജു ഫീമാ ബൈനി വ ബൈനൽ ലൈലി, എൻ്റെയും ഈ രാത്രിൻ്റെയും ഇടയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഫനളറ ഇലാ സൗബിൻ അലൈഹി കാന യുമറളു ഫീഹി ബിഹി റദഉ മിൻ സഅഫറാന, ബഹുമാനപ്പെട്ടവർ തൻ്റെ മേത്തുള്ളൊരു വസ്ത്രത്തിലേക്ക് നോക്കി. രോഗ ശുശ്രൂഷകൾ നടത്തപ്പെട്ടത് ആ വസ്ത്രത്തിലാണ്, അതിൽ കുങ്കുമത്തിൻ്റെ ഒരു അടയാളമുണ്ട്. ഫഖാല യഗ്സിലു സൗബി ഹാദ, എൻ്റെ ഈ വസ്ത്രം നിങ്ങളൊന്ന് കഴുകണം. വസീദു അലൈ സൗബൈനി, ഇതിനേക്കാൾ 2 വസ്ത്രം കൂടി നിങ്ങൾ അധികമാക്കണം. ഫകഫിനൂനി ഫീഹിമ, ആ 2 വസ്ത്രവും എൻ്റെ ഈ ഒരു വസ്ത്രവും അധികമാക്കി നിങ്ങൾ പറഞ്ഞ ആ 2 വസ്ത്രത്തിലും കൂടിയായിട്ട് എന്നെ നിങ്ങൾ കഫൻ ചെയ്യണം. ഫീഹിമ എന്ന് പറഞ്ഞാൽ മസീദി വൽ മസീദി അലൈഹി, ഈ അധികമാക്കപ്പെട്ട വസ്ത്രം അതുപോലെ ഏതിൻ്റെ മേലാണോ അധികമാക്കപ്പെട്ടത്, അത് രണ്ടും. ഞാൻ പറഞ്ഞു, ഇന്ന ഹാദ ഖലീഖുൻ, ഇത് പഴയതാണല്ലോ. ഖാല, സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഹയ്യ അഹഖു ബിൽ ജദീദി മിനൽ മയ്യിത്ത്,
ജീവിച്ചിരിക്കുന്നവരാണ് മയ്യത്തിനേക്കാൾ പുതിയതുകൊണ്ട് ഏറ്റവും അർഹതപ്പെട്ടവർ. ഇന്നമാഹുവലിൽ മുഹ്ലത്തി ഫലം യുത്തവഫ ഹത്ത അംസ മിൻ ലൈലത്തി സുലസായി വദുഫിന ഖബ്ല യുസ്ബിഹ. സിദ്ദീഖ് തങ്ങൾ ഏതായാലും മരണപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രിയിലാണ്. വഅശാറ സൈനുബിനുൽ മുനീരി ഇല അന്നൽ ഹിക്മത ഫീ തഅഖുരി വഫാത്തിഹി അൻ യൗമിൽ ഇത്നൈൻ. സിദ്ദീഖ് തങ്ങളുടെ വഫാത്ത് തിങ്കളാഴ്ച ദിവസത്തിനെ തൊട്ട് പിന്തിയതിലുള്ള ഹിക്മത്ത് സൈനുബിനുൽ മുനീർ എന്നവർ സൂചിപ്പിക്കുകയാണ്. മാ അന്നഹു കാന യുഹിബ്ബു ദാലിക വയർഗബു ഫീഹി. തിങ്കളാഴ്ച വഫാത്താകണം എന്ന് ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്തിട്ടും അതിൽ കൗനിഹി ഖാമ ഫിൽ അംരി ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ശേഷം ഈ ദീനിന്റെ കാര്യത്തിൽ നിന്നവരാണ് സിദ്ദീഖ് തങ്ങൾ. ഫനാസബ അൻ തകൂന വഫാത്തുഹു മുതഅഖിറതൻ അനിൽ വഖ്തില്ലദി ഖുബില ഫീഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റൂഹ് പിടിക്കപ്പെട്ട ആ സമയത്തിനെ തൊട്ട് അവരുടെ വഫാത്ത് പിന്തിയതാകാൻ യോജിച്ചു. റസൂലുള്ളാഹിന്റെ ശേഷം ഉള്ള കാര്യം സിദ്ദീഖ് തങ്ങളാണല്ലോ ദീനിന്റെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. ആ നിലക്ക് ഇനി വയഹ്തമിലുവാൻ യകൂന ഇഖ്താറ ദാലിക സൗബ ബി ഐനിഹി. ആ ഒരു വസ്ത്രം തന്നെ സിദ്ദീഖ് തങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉണ്ടായ കാരണം, അതിൻ്റെ സാധ്യത പറയാണ്. ലിമഅനം ഫീഹി മിന തബറുക്ക് ബിഹി. അതിൽ എന്തെങ്കിലും ചില കാരണങ്ങൾ ഉണ്ടാവാം, അതുകൊണ്ടുള്ള തബറുക്ക് ബറക്കത്തെടുക്കൽ ആണ്. കാരണം ലി കൗനി സാറ ഇലഹി മിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകിൽ റസൂലുള്ളാഹിൽ നിന്ന് ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ച വസ്ത്രമായിരിക്കാം അത്. ഔലി കൗനിഹി ജാഹദ ഫീഹി. അതല്ലെങ്കിൽ സിദ്ദീഖ് തങ്ങൾ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്തിരിക്കാം. ഔ തഅബ്ബദ ഫീഹി. അതല്ലെങ്കിൽ അതിൽ ഇബാദത്ത് നിർവഹിച്ചിരിക്കാം. അപ്പം ഈ പറഞ്ഞതിൽ നിന്ന് ഇബാദത്ത് നിർവഹിച്ചതോ അതുപോലെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത വസ്ത്രം, ഇപ്പോൾ ഉംറക്കൊക്കെ പോയ ആ വസ്ത്രങ്ങൾ കഫൻ തുണിയായി തയ്യാറാക്കി വെക്കലുണ്ട് ചിലവരൊക്കെ. അപ്പോൾ നല്ലതാണെന്ന് ഇത് മനസ്സിലാക്കാം. വയുഅയ്യിദുഹു മാ റവാഹു. ഈ പറഞ്ഞതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട് മാ റവാഹു അബൂ സഅദ് എന്നവർ റിവായത്ത് ചെയ്തൊരു കാര്യം. മിൻ തരീഖിൽ ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബീ ബക്കറിൻ. ഇവരുടെ വഴിയിലൂടെ അവർ പറയാണ് ഖാല അബൂബക്കറിൻ. ഈ അബൂബക്കർ എന്നവർ പറഞ്ഞു, കഫിനൂനി ഫീ സൗബൈജല്ലദൈനി കുന്തു ഉസല്ലി ഫീഹിമാ. ഞാൻ നിസ്കരിച്ചിരുന്ന ഈ രണ്ട് എൻ്റെ വസ്ത്രത്തിൽ എന്നെ നിങ്ങൾ കഫൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഈ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബൂബക്കർ എന്ന് പറഞ്ഞതിലെ ഈ അബൂബക്കർ എന്നവർ. ഫത്ഹുൽ ബാരി 3:253. അപ്പോൾ ഇബാദത്ത് നിർവഹിച്ച വസ്ത്രം കഫൻ തുണിയാക്കി ഉപയോഗിക്കൽ വളരെ നല്ലതാണ്. ഖാലബിനുൽ മുബാറക്ക്, ഇബ്നുൽ മുബാറക്ക് എന്നൊരു പറയാണ്, അഹബ്ബ ഇലയ്യ യുക്കഫന ഫീ സിയാബിഹില്ലത്തി കാന യുസല്ലി ഫീഹാ. നിസ്കരിച്ചിരുന്ന ആ വസ്ത്രത്തിൽ കഫൻ ചെയ്യപ്പെടണം എന്നുള്ളത് എന്നിലേക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അത്തദ്കിറത്തു ലിൽ ഖുർത്തുബി. ഇമാം ഖുർത്തുബി തങ്ങളുടെ തദ്കിറത്തിൻ്റെ 81-ാമത്തെ പേജ്. ചുരുക്കത്തിൽ ഇബാദത്ത് നിർവഹിച്ച വസ്ത്രങ്ങൾ കഫൻ തുണിയാക്കി ഉപയോഗിക്കൽ നല്ലതാണ്. അതുപോലെ ബറക്കത്തെടുക്കപ്പെടാവുന്ന ആളുകളുടെ തിരുശേഷിപ്പുകളായ തുണികൾ കഫൻ തുണിയായി ഉപയോഗിക്കൽ നല്ലതാണ്. സംസമിൽ മുക്കിയ തുണി കഫൻ തുണിയായി ഉപയോഗിക്കൽ നല്ലതാണ് എന്നൊക്കെ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വല്ലാഹു അഅലം ബിസ്സവാബ്.